ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. പള്ളുരുത്തി സർക്കാർ ആശുപത്രി ഹൈടെക്കായി മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പള്ളുരുത്തി താലൂക്ക് ആശുപത്രിയിൽ സ്റ്റാഫ് പാറ്റേൺ നടപ്പിലാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇതിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. ആശുപത്രിയിൽ സ്ഥാപിച്ച ഡയാലിസിസ് സെന്ററും ലാബോറട്ടറിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖല ഒരു മിഷൻ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ചികിത്സാ സേവനങ്ങൾ എല്ലാവർക്കും ഒന്നുകിൽ സൗജന്യമായി അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിലയിൽ ലഭ്യമാകണമെന്നുള്ളതാണ്. അതും വെറും ചികിത്സ എന്നുള്ളതല്ല, ഗുണമേന്മയുള്ള ക്വാളിറ്റി അഷ്വർ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ്, ചികിത്സാ സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താലൂക്ക് തല ആശുപത്രി മുതൽ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാകണമെന്നുള്ളത് സർക്കാർ കണ്ടത്. ഞാൻ ഏതാണ്ട് 10-11 മാസങ്ങൾക്ക് മുൻപ് പള്ളുരുത്തി ആശുപത്രി ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും സന്ദർശിച്ചിരുന്നു. കാരണം തിരുവനന്തപുരത്ത് നമ്മുടെ കോൺഫറൻസ് റൂമിലിരുന്ന് ആശുപത്രികളുടെ ഫോട്ടോകളും വിഷ്വലുകളും സ്ലൈഡുകൾ മാറുന്നത് കാണുമ്പോൾ മേയർ എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഒന്ന്, നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ എം സ്വരാജ് MLA ആയിരിക്കുമ്പോൾ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. നമ്മുടെ എല്ലാ ഗവൺമെൻറ് സംവിധാനങ്ങളിലും പലപ്പോഴും ഉണ്ടാവും, കെട്ടിടം നിർമ്മിച്ചു കഴിയുമ്പോഴായിരിക്കും നമ്മൾ അടുത്ത കാര്യം ആലോചിക്കുന്നത്. പള്ളുരുത്തിയുടെ ഒരു പ്രത്യേകത മിനിസ്റ്റർക്ക് അറിയാവുന്നതാണ്. മിനിസ്റ്റർ ഇതിനു മുമ്പ് ഒരിക്കലും ഈ ആശുപത്രിയിൽ വന്നതിന് ശേഷം മിനിസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ വളരെ ഓപ്പൺലി പറയുകയാണ്. മിനിസ്റ്റർ അന്ന് എന്നോട് ഫോണിൽ തന്നെ പറഞ്ഞു, പള്ളുരുത്തിയും കൊച്ചിയും ഈ 2 ആശുപത്രികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കരുവേലിപ്പടിയും പള്ളുരുത്തിയുടെ കാര്യത്തിൽ വേണം. എൻ്റെയും അഭിപ്രായം അതാണ്. മിനിസ്റ്റർ അത് മനസ്സിലാക്കിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയിൽ നമ്മുടെ ബഹുമാനനായ മുൻ മന്ത്രി കൂടിയാണ് ശ്രീ കെ ബാബു. അദ്ദേഹം അന്ന് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, മേയറെ ഇത് ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം കെ ബാബു MLA നിർവഹിച്ചു. സാധാരണക്കാരും പാവപ്പെട്ടവരും തിങ്ങി പാർക്കുന്ന പ്രദേശമാണ്. കോർപ്പറേഷൻ്റെ തന്നെ 1.5 ഡിവിഷൻ കൂടിയത് ഈ പള്ളുരുത്തി പ്രദേശത്താണ്, അല്ലേ? 1.5 ഡിവിഷൻ കൂടിയത് പള്ളുരുത്തി പ്രദേശത്താണ്, തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അപ്പോൾ ജനസാന്ദ്രത പോപ്പുലേഷൻ എല്ലാം വളരെ കൂടുതലുള്ള പ്രദേശമാണ് പള്ളുരുത്തി. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ അധിവസിക്കുന്ന പ്രദേശമാണ്. എം സ്വരാജ് MLA ആയിരിക്കുമ്പോൾ MLA ഫണ്ടിൽ നിന്നും 85 ലക്ഷം രൂപയും MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയും ചിലവഴിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും ഫിസിയോതെറാപ്പി യൂണിറ്റ് ആരംഭിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതും. കൂടാതെ കൊച്ചി നഗരസഭയുടെ ഹെൽത്ത് ഗ്രാന്റ് ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപയും ഇതിനായി ചിലവഴിച്ചു. എന്നാൽ ഡയാലിസിസ് കൗച്ചുകൾ, ജനറേറ്റർ, UPS, മറ്റ് പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ അടക്കമുള്ള സംവിധാനം കൂടി ഡയാലിസിസ് സെന്ററിന്റെ പൂർണ്ണമായ പ്രവർത്തനം സജ്ജമാക്കുന്നതിന് ആവശ്യമായി വന്നപ്പോൾ മേയർ എം അനിൽകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, കൊച്ചി റിഫൈനറി സാമൂഹിക പ്രതിബദ്ധത ഫണ്ടായ 1 കോടി രൂപ അനുവദിച്ചതോടെയാണ് ഡയാലിസിസ് സെന്റർ പൂർണ്ണമായ പ്രവർത്തനത്തിന് സജ്ജമാക്കിയത്. BPCL കൊച്ചി റിഫൈനറി എക്സിക്യൂട്ടീവ് ഡയറക്ടർ M ശങ്കർ മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി മേയർ K ആൻസിയ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ VA ശ്രീജിത്ത്, PR റനീഷ്, ശിവലാൽ, പ്രിയ പ്രശാന്ത്, ഡിവിഷൻ കൗൺസിലർ PR രചന, കുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, GCD ജനറൽ കൗൺസിൽ അംഗം PA പീറ്റർ, DMO ആശാദേവി, ഡോക്ടർ മിനു മാത്യു, ഡോക്ടർ MM ഹനീഷ് എന്നിവർ സംസാരിച്ചു. പള്ളുരുത്തിയുടെ ഒരു പ്രത്യേകത തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. കൊച്ചി നഗരസഭയുടെ ഭാഗമായിട്ട് പോലും ഇപ്പോഴും ഗ്രാമീണ സ്വഭാവം പുലർത്തുന്ന ജനങ്ങൾ ആ രൂപത്തിൽ തന്നെ, ആ രീതിയിൽ തന്നെ ജീവിത നിലവാരം പുലർത്തുന്ന ഒരുപാട് ആളുകൾ പള്ളുരുത്തിയിൽ തിങ്ങിപ്പാർക്കുന്ന, മട്ടാഞ്ചേരിയിൽ നിന്നും ഫോർട്ട് കൊച്ചിയിൽ നിന്നുമൊക്കെ ഒട്ടേറെ ആളുകൾ കുടിയേറി പാർത്ത പ്രദേശമാണ് പള്ളുരുത്തി. തീർച്ചയായും സാധാരണക്കാരാണ് ഈ പ്രദേശത്ത് ആകെ ജീവിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.